ഹായ്, ടുഡേ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് 1990s കുറേ പോസിറ്റീവായിട്ടുള്ള സൈക്കോളജിസ്റ്റ് സ്റ്റഡി ചെയ്യാൻ തുടങ്ങി ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിനെ പറ്റി, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എഫക്റ്റ്, ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയൊക്കെ അവർ പഠിക്കാൻ തുടങ്ങി. ഒരു 2000 ഒക്കെ ആയപ്പോഴത്തേക്കും 2 റിസർച്ചേഴ്സ്, അതായത് റോബർട്ടും മൈക്കിളും, ഇവർ രണ്ടുപേരും ഇങ്ങനെ കുറേ സ്റ്റഡീസും എക്സ്പെരിമെൻ്റൊക്കെ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത് വഴി കുറേ ചേഞ്ചസ് മറ്റുള്ളവരുടെ ലൈഫിൽ വരുന്നുണ്ടെന്ന്, അവരുടെ വെൽബീയിങ്, അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ലൈഫ് അതൊക്കെ ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അറ്റ് ദാറ്റ് ടൈം അവർ ഇത് പുറം ലോകത്തെ അറിയിച്ചു. അങ്ങനെ ഇപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ അറിയപ്പെടുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് സെൽഫ് ലവ്, സെൽഫ് കെയർ ഒക്കെ ആയിട്ടാണ്. പക്ഷെ എല്ലാവരും ഇതിനെപ്പറ്റി കേട്ടെങ്കിലും ഇതൊന്നും പ്രാക്ടീസ് ചെയ്യാൻ അത്ര എഫേർട്ടൊന്നും ഇടാറില്ല. ബട്ട് ജസ്റ്റ് റിമെമ്പർ, നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ ബെനിഫിറ്റ് കിട്ടൂ. പ്രാക്ടീസ് ചെയ്യാതെ ആർക്കും ബെനിഫിറ്റ് കിട്ടില്ല, കേട്ടുകൊണ്ട് മാത്രം ഒരു ബെനിഫിറ്റും കിട്ടില്ല. ദെൻ എങ്ങനെയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതായത് ഇറ്റ് ഈസ് ഗുഡ് ടു ഡൂ ദിസ് ഇൻ ബെഡ് ടൈം. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം നടന്ന കാര്യങ്ങളിൽ നമുക്ക് ഏറ്റവും നന്ദി തോന്നുന്ന കാര്യം, അത് എന്ത് വേണമെങ്കിലും ആവാം. ഹെൽത്ത്, അല്ലെങ്കിൽ സൺലൈറ്റ് കണ്ടത്, ഒരു പൂ വിടർന്നു വന്നത് കണ്ടത്, എന്ത് നല്ല കാര്യമാണെങ്കിലും യു ക്യാൻ റൈറ്റ് ഇറ്റ് വിത്തൗട്ട് എനി ഫിയർ. അതായത് അതിനുള്ള കറേജ് നിങ്ങൾക്കുണ്ട്. നടന്ന ഒരു നല്ല കാര്യം നിങ്ങൾക്ക് എഴുതാം. ഒന്നല്ല, ഒരു 5, ആദ്യം ഒരു 5, പിന്നെ ഒരു 6, 7, അങ്ങനെ ഡെയിലി 10 എണ്ണം വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. എഴുതി നിങ്ങൾക്ക് ശീലിക്കാം. അങ്ങനെ എഴുതി വരുമ്പോൾ നിങ്ങൾ പയ്യെ നിങ്ങളുടെ സൈക്കോളജി ഓഫ് മൈൻഡ്, നമ്മുടെ എല്ലാവരുടെയും സൈക്കോളജി ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അതായത് നമ്മൾ എന്തിലോട്ടാണോ ഫോക്കസ് ചെയ്യുന്നത് അതായിരിക്കും കൂടുതൽ നമ്മുടെ മുമ്പിൽ എത്തിപ്പെടാൻ പോകുന്നത്. ലൈക്ക് നിങ്ങൾ റോട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എപ്പോഴും ബൈക്കിലോട്ട് തന്നെയാണ് നോക്കുന്നതെങ്കിൽ കൂടുതലും കണ്ണിൽ ശ്രദ്ധപ്പെടുന്നത് ബൈക്കായിരിക്കും. ബൈക്ക് ഇഷ്ടമുള്ള ആളാണെങ്കിൽ ബൈക്കിലോട്ടായിരിക്കും ശ്രദ്ധ പോവുക. കാർ ഇഷ്ടമുള്ള ആളാണെങ്കിൽ കാറിൻ്റെ ഡിസൈൻ, കാറിലോട്ടായിരിക്കും ശ്രദ്ധ പോവുക. സോ ഇഫ് യു ഫോക്കസ് ഓൺ ദ ഗുഡ് തിങ്സ് ദാറ്റ് ഹാപ്പൻ ഇൻ യുവർ ലൈഫ്, യുവർ മൈൻഡ് വിൽ ഓട്ടോമാറ്റിക്കലി ഡിവൈറ്റ് ടു ദ ഗുഡ് തിങ്സ്. അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു 1 വീക്ക് പ്രാക്ടീസ് ചെയ്താൽ യു വിൽ സീ ദ ഡിഫറൻസ്. ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തായാലും ഡിഫറൻസ് കാണും. അതായത് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു മിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. അതായത് നിങ്ങൾ ഒരാൾക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, ആൾ തിരിച്ചൊന്നും പറയുന്നില്ല, അറ്റ്ലീസ്റ്റ് ഒരു താങ്ക് യു പോലും പറയുന്നില്ല. നെക്സ്റ്റ് ആൾ വീണ്ടും വേറൊരു ഹെൽപ്പ് നിങ്ങളോട് ചോദിക്കുക, അത് ചെയ്തു തരുമോ, ഇത് ചെയ്തു തരുമോ. ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾക്ക് തോന്നില്ലേ ലൈക്ക് ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്, ഒരു നന്ദി പോലും കാണിക്കാത്ത ഒരാളോട്. ഇത് തന്നെയാണ് യൂണിവേഴ്സ്, യുവർ ഗോഡ്, ഓൾമൈറ്റിക്ക് തോന്നാൻ പോകുന്നത്. അതായത് ദൈവം ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ അതിന് താങ്ക് യു, അറ്റ്ലീസ്റ്റ് ഒരു താങ്ക് യു പറയുവാണെങ്കിൽ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അതാണ്. നമുക്കിത് തരുന്ന ഓൾമൈറ്റിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾക്ക് ടു ദ യൂണിവേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ടു സേ താങ്ക് യു. സോ പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളിതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഡെയിലി ഒരു 1 വീക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ നല്ല ചേഞ്ച് കാണാം. പിന്നെ ദിസ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എ മാനിഫെസ്റ്റേഷൻ ട്രിക്ക്. അതായത് നിങ്ങൾ ഈ 10 കാര്യങ്ങൾ എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം പറയാം. ഞാൻ എൻ്റെ സെമസ്റ്റർ എക്സാംസൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ലൈക്ക് 10 നന്ദിയുള്ള കാര്യങ്ങൾ എഴുതുക. ദെൻ ലാസ്റ്റ് ഓഫ് ദാറ്റ് 10 തിങ്സ് നിങ്ങൾക്ക് എല്ലാ ദിവസവും നൈറ്റ് ചെയ്യാതെ, എനിക്ക് പാസ്സാകാൻ പറ്റിയതിന്, അല്ലെങ്കിൽ ഇത്രയും ഗ്രേഡ്സ് കിട്ടിയതിന്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിന്, അങ്ങനെ എന്തെങ്കിലും അതിന് നന്ദി എന്നും കൂടി അതിൻ്റെ കൂടെ ചേർക്കുക. നിങ്ങളുടെ ആ ഡ്രീം ലൈഫ് നിങ്ങൾക്ക് ഓൾറെഡി ലഭിച്ചു, അതിനുശേഷം അതിൻ്റെ കൂടെ നന്ദിന്ന് കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് എ ലോട്ട്. ഇങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് വർക്കാവുന്നത്. ജസ്റ്റ് ട്രൈ ഇറ്റ് ആൻഡ് സീ ദ റിസൾട്ട്.